ഇന്നത്തെ കാലത്ത് നമ്മൾ കുറച്ചൊക്കെ ആയിട്ട് പേരൻസ് ആയിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ പേരൻസിന് കുട്ടികളായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതൊക്കെ ഭയങ്കര ഒരു ലാക്കായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് പേരൻറ്റിങ് എങ്ങനെ സന്തോഷപ്രദമാക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ചെസ് മാസ്റ്റർ ശ്രീ മനോജ് MC നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതും വ്യത്യസ്തമായ ഒരു രീതിയിൽ ഈ പേരൻറ്റിങ് എങ്ങനെ ഒരു ചെസ്സിലൂടെ അതെങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മളെ അവർ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ റെഡിയാണോ? ഓക്കെ, സോ ഞാൻ മനോജ് സാറിനെ ഒന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. കഴിഞ്ഞ 32 വർഷമായി അധ്യാപന രംഗത്ത് പ്രവർത്തിച്ചു പോരുന്ന ശ്രീ MC മനോജ് മുൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചെസ് ചാമ്പ്യനും കേരള സ്റ്റേറ്റ് യൂത്ത് ചെസ് ചാമ്പ്യനുമാണ്. ഒരു വലിയ കയ്യടി. അദ്ദേഹത്തിനൊപ്പം ഈ ചെസ് സെഷന്റെ ഭാഗമാകാൻ കോഴിക്കോട് സ്വദേശിയായ ശ്രീ വിനോദ് കുമാർ KV ആൻഡ് ഷാജി K എന്നിവർ ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. ഇരുവരും ഇന്റർനാഷണൽ ചെസ് ആർബിറ്റേഴ്സ് ആണ്. നമ്മുടെ സെഷൻ തുടങ്ങുന്നതിന് മുന്നേ മനോജ് സാറിന് പൊന്നാട അണിയിക്കാനായിട്ട് ഞാൻ നമ്മുടെ അജിൻ സാറിനെ സ്വാഗതം ചെയ്യാണ്. ഒരു ചെസ്സ് കളിക്കാരൻ എന്നുള്ളതിലേക്ക് എനിക്ക് പറയാനുള്ളത്, ലേണിംഗ് ചെസ്, സ്പെൻഡ് ക്വാളിറ്റി ടൈം ഇൻ യുവർ ഹോം. ക്വാളിറ്റി ടൈമിൻ്റെ പ്രാധാന്യം പറഞ്ഞുതരാം. അതിന് മുൻപായി തീരെ ചെസ്സ് രംഗത്തേക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്തവരോട് ചെസ്സിനെ പറ്റി 2 വാക്ക്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇന്ത്യക്കാരാണിത് കണ്ടുപിടിച്ചതെന്ന്. എഴുതപ്പെട്ട ചരിത്രം 1500 വർഷത്തേ ഉള്ളൂ. പക്ഷേ ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് 5000 വർഷം മുമ്പ് രാവണൻ്റെ ഭാര്യ മണ്ഡോദരി കണ്ടുപിടിച്ചതാണ് ചതുരംഗം. രാവണൻ വലിയ ബുദ്ധിമാനായിരുന്നു. എൻ്റെ മുന്നിൽ 10 തല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയും നല്ല പാട്ടുകാരെല്ലാമായിരുന്നു. ചെറിയൊരു കുഴപ്പമുണ്ട്, വീട്ടിൽ ഒടുങ്ങിയിരിക്കില്ല. ഒന്നുകിൽ ദേവന്മാരോട് യുദ്ധത്തിന് പോവും, അല്ലെങ്കിൽ അസുരന്മാരോട് യുദ്ധത്തിന് പോവും, ഇല്ലേ മനുഷ്യന്മാരെ ഉപദ്രവിക്കാൻ പോവും. ഭാര്യ മണ്ഡോദരിക്ക് മനസ്സിലായി ഇയാൾ അപകടത്തിലേക്കാണ് പോകുന്നതെന്ന്. നിരന്തരമായി വാൺ ചെയ്തിട്ടും അദ്ദേഹത്തിൻ്റെ യുദ്ധക്കൊതി മാറുന്നില്ല. മണ്ഡോദരി കണ്ടുപിടിച്ചതാണത്രേ ചതുരംഗം. 1500 വർഷം മുമ്പ് പേർഷ്യൻസ് ഇന്ത്യയിൽ വന്നു. ആ ചതുരംഗത്തെ കൊണ്ടുപോയി. അറേബ്യൻസ് അത് ഏറ്റെടുത്തു. യൂറോപ്പിലൂടെ കടന്നുപോയി പരിഷ്കരിച്ച് ഇന്ന് ആധുനിക ചെസ്സായി വന്നു. ഇന്ന് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും കളിക്കുന്ന, എല്ലാ രാജ്യങ്ങളും എൻജോയ് ചെയ്യുന്ന ലക്ഷക്കണക്കിന് പ്രൊഫഷണൽ ചെസ് പ്ലെയേഴ്സുള്ള ഒരു ലോകമാണിത്. ഇവിടെ നിങ്ങൾക്കും ചെസ്സ് പഠിക്കാം. ചെസ് പഠിക്കണമെങ്കിൽ അരമണിക്കൂറേ ആവശ്യമുള്ളൂ. അറിയുന്നവർ ശ്രദ്ധിച്ചിരിക്കുക. ഒരു 15 മിനിറ്റ് കൊണ്ട് ഇവർ 2 പേര് എക്സ്പേർട്ട് കോച്ചുമാരാണ്. നമ്മളിവിടെ സ്ക്രീനിൽ അതൊന്ന് പറഞ്ഞു തരും അതിൻ്റെ മൂവ്മെൻറ്റ്. എന്നിട്ട് നിങ്ങൾ പാരൻസും കുട്ടികളും കൂടി കളിക്കുക. ലേൺ ചെസ്, പ്ലേ ചെസ് ആൻഡ് ലവ് ചെസ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ABCD എന്ന് പറയുന്നു. താഴെ നിന്ന് മുകളിലേക്ക് 1 2 3 എന്ന് പറയുന്നു. നമ്മൾ ആദ്യം പറയാൻ പോണത് ABCD എന്താണ്? അതാണ് ഫയൽസ്. A ഫയൽ, B ഫയൽ, C ഫയൽ, D ഫയൽ, E ഫയൽ, F ഫയൽ, G ഫയൽ, H ഫയൽ. അങ്ങനെ 8 ഫയലുകളുണ്ട് നമ്മുടെ ബോർഡിൽ. എല്ലാവരും ബോർഡിൽ നോക്കിയാൽ കാണാം A മുതൽ H വരെ 8 ഫയലുകൾ. താഴെ നിന്ന് മുകളിലേക്ക് 1 2 3 4 5 6 7 8 അതിന് പറയുന്നതാണ് റാങ്ക്. അപ്പോൾ ഫയലും റാങ്കും നമ്മൾ പഠിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പേരുള്ളതുപോലെ ഈ 64 കളികൾക്കും ഒരു പേരുണ്ട്. അതാണ് നമ്മൾ 5 മിനിറ്റ് കൊണ്ട് പഠിക്കാൻ പോണത്. ഏറ്റവും കോർണറിൽ നിങ്ങൾ ബോർഡിൽ നോക്കിയാലും കാണാം A, മുകളിലേക്ക് 1, അപ്പോൾ A1. ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് പറയുന്നത് മുകളിലേക്ക് A2, A3, A4, A5, A6, A7, A8. അപ്പോൾ ആ ലെഫ്റ്റ് സൈഡിലെ ലൈൻസിനെ നമ്മൾ മുഴുവൻ പഠിച്ചു കഴിഞ്ഞു. A1 മുതൽ A8 വരെ. ഇനി തൊട്ടടുത്ത് B1, B2 മുതൽ B8 വരെ. ഓക്കെ, A1ലും H ഇരിക്കുന്ന പീസിൻ്റെ പേരാണ് റൂക്ക്. നമ്മൾ മലയാളത്തിൽ തേരെന്ന് പറയും. A1ലും H1ലും സെറ്റ് ചെയ്തിരിക്കുന്നതാണ് 2 സൈഡിലും റൂക്ക്. അതിൻ്റെ തൊട്ടടുക്കിയിരിക്കുന്ന ഷേപ്പ് കണ്ടാൽ അറിയാം, നൈറ്റ്. ഇതിൽ ചെസ്സിൽ പറയുന്ന പേര് ഹോഴ്സ് അല്ല, KNIGH, നൈറ്റാണ്. റൂക്ക് കഴിഞ്ഞാൽ നൈറ്റ്. മൂന്നാമതിരിക്കുന്നത് ബിഷപ്പാണ്. മലയാളത്തിൽ ഇതിൽ ആനയാണെന്ന് പറയാം, എലിഫൻ്റ് അല്ല, ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൂക്ക്, നൈറ്റ്, ബിഷപ്പ്. അതുപോലെ ലെഫ്റ്റും റൈറ്റും റൂക്ക്, നൈറ്റ്, ബിഷപ്പ്. പിന്നെ സെൻറ്ററിൽ നമുക്ക് 2 സ്ക്വയറാണ് ബാലൻസ് ഉള്ളത്. ഒരു ബ്ലാക്ക് സ്ക്വയറും ഒരു വൈറ്റ് സ്ക്വയറും. നമുക്കൊരു കിങ്ങും ഒരു ക്യൂനും മാത്രമാണുള്ളത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, കിങ് എപ്പോഴും ഓപ്പോസിറ്റ് കളറിലാണ് വെക്കേണ്ടത്. നിങ്ങൾ വൈറ്റ് കിങ് വെക്കേണ്ടത് ബ്ലാക്ക് സ്ക്വയറിലും, ബ്ലാക്ക് കിങ് വെക്കേണ്ടത് വൈറ്റ് സ്ക്വയറിലും.
ക്ലിയർ ആയില്ല. അപ്പോൾ ക്യൂൻ സ്കീം സ്ക്വയറിലായിരിക്കണം. അപ്പോൾ പീസ് സെറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചില്ലേ. പിന്നെ സെക്കൻഡ് റോൾ ഇരിക്കുന്നത് എപ്പോഴും പോൺസ് ആയി, PAWN പോൺ. സെറ്റ് ചെയ്യാൻ പഠിച്ചില്ലേ. എല്ലാ പീസും സെറ്റ് ചെയ്യാൻ പഠിച്ചു. സെൻറ്ററിലും തുടങ്ങുന്നത് റൂക്ക്, നൈറ്റ്, ബിഷപ്പ്, ക്യൂൻ സെയിം കളറിൽ, കിങ് ഓപ്പോസിറ്റ് കളർ. ഓക്കെ. ഇപ്പോൾ നമ്മൾ റൂക്കിൻ്റെ മൂവ്മെൻ്റ് ആണ്, ശ്രദ്ധിച്ചോളൂ. റൂക്ക് സ്ട്രെയിറ്റ് ലൈനാണ് മൂവ് ചെയ്യുന്നത്. റൂക്കിന് ചാടിക്കടക്കാനൊന്നും പറ്റില്ല, വളരെ സ്ട്രെയിറ്റ് ആയിട്ട് റൂക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ശ്രദ്ധിച്ചോളൂ. നെക്സ്റ്റ് ബിഷപ്പ് നോക്കിക്കോളൂ. 2 ബിഷപ്പുണ്ട്, 2 സ്ക്വയറിലാണ് നിൽക്കുന്നത്. വൈറ്റ് സ്ക്വയറിലും ബ്ലാക്ക് സ്ക്വയറിലും. ബ്ലാക്ക് സ്ക്വയറിലൂടെ ഡയഗണലിലൂടെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബ്ലാക്ക് ഡയഗണലിലൂടെ പോകുന്നത് ബ്ലാക്ക് ഡയഗണലിൽ മാത്രമേ പോകുന്നുള്ളൂ. ആ വൈറ്റ് സ്റ്റാറിനെ വെട്ടണമെങ്കിൽ വൈറ്റ് ബിഷപ്പ് വേണം. ക്വീൻ, നമ്മൾ നേരത്തെ റൂക്കും ബിഷപ്പിൻ്റെയും മൂവ്മെൻറ്റ് പഠിച്ചു. അതിന് ഒന്നിച്ചൊരാൾക്ക് മൂവ് ചെയ്യാനുള്ള ഒരു പവർ കൊടുത്താൽ ദാറ്റ് ഇസ് ക്വീൻ. ദ കിങ്, കിങ്ങിനെ അറ്റാക്ക് ചെയ്യുക, കിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇതിനു വേണ്ടിയാണ് കളിക്കുന്നത്. കിങ് തൊട്ടടുത്തുള്ള കള്ളിയിലേക്ക് ഇങ്ങനെ നടന്ന് പോവുകയുള്ളൂ, ദൂരത്തേക്ക് ഓടുകയൊന്നുമില്ല. ചെസ്സ് കളി ചില ആൾക്കാർ പഠിക്കൽ നിർത്തിപ്പോയത് ഈ ഈ കുതിര എങ്ങനെയാണ് ചാടുന്നതെന്ന് അറിയണ്ട. അപ്പോൾ ഈ കുതിരയെ ചാടിക്കാൻ വളരെ സിമ്പിളാണ്. നൈറ്റ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്, വൈറ്റ് സ്ക്വയറിൽ നിൽക്കുന്ന ഒരു നൈറ്റിന് ബ്ലാക്ക് സ്ക്വയറിലേക്ക് ചാടാൻ പറ്റുള്ളൂ. എൽ ഷേപ്പ് എന്നൊക്കെ പറയുമെങ്കിലും നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പം. ഇപ്പം ബ്ലാക്ക് സ്ക്വയറിൻ്റെ ചുറ്റുമുള്ള നോക്കത് ചാടുന്നത്, ചുറ്റുമുള്ള സ്ക്വയറിൻ്റെ കോർണർ സ്ക്വയറിലേക്ക്, അതിൻ്റെ ചുറ്റുമുള്ള വൈറ്റ് സ്ക്വയറിൻ്റെ കോർണർ സ്ക്വയറിലേക്കാണ് ബ്ലാക്ക് സ്ക്വയറിലെ നൈറ്റ് ചാടുന്നത്. ചെസ്സിലെ ഏറ്റവും കരുത്ത് കുറഞ്ഞ ഒരാളാണ് പോൺ. എപ്പോഴും പോണ് മുന്നോട്ട് മാത്രമേ സഞ്ചരിക്കൂ. ക്യൂനായി കഴിഞ്ഞു, ആ ക്യൂനായി കഴിഞ്ഞാൽ അതിനെ വെട്ടാം. പോണ് ശ്രദ്ധിക്കുക, ആദ്യം പോണ് പുഷ് ചെയ്യുമ്പോൾ 2 എണ്ണം വേണമെങ്കിൽ പുഷ് ചെയ്യാം, വേണമെങ്കിൽ. പിന്നീട് ബ്ലോക്ക് ഉണ്ടെങ്കിൽ അവിടെ ബ്ലോക്കായി മുന്നോട്ട് പോകാൻ കഴിയില്ല. അല്ലെങ്കിൽ നേരെ മുന്നോട്ട് പോയിട്ട് അവിടെ എത്തുമ്പോൾ നമുക്ക് പോൺ പ്രമോഷൻ എന്നാണ് പറയുക. ക്യൂനാക്കി പ്രൊമോട്ട് ചെയ്യാം.